ഇന്നത്തെ ഹൈദരാബാദ് മുംബൈ മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ വലിയ രീതിയിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നും കൂടി മുംബൈ തോറ്റപ്പോൾ അവർ 9ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവർക്ക് ഒരു വിജയം പോലുമില്ല. അതുപോലെ 10ാം സ്ഥാനത്ത് ലക്നൗ ഉണ്ട്. എന്നാൽ ലക്നൗ ഒരു മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. മുംബൈ ഇന്ത്യൻസ് 2 മാച്ചിലെ 2 തോറ്റിരിക്കുകയാണ്. ഇനി 8ാം സ്ഥാനത്തുള്ളത് ഡൽഹിയാണ്. അവരും ഒരു മാച്ചിൽ 1 തോറ്റിരിക്കുകയാണ്. 7ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് 2 പോയിന്റ് ഉണ്ട്. അവർ 2 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് RCBയുടെയും അവസ്ഥ. അവരിപ്പോൾ 6ാം സ്ഥാനത്താണ്. RCBയും 2 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ചിട്ടുണ്ട്. 2 പോയിന്റ് RCBക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് പഞ്ചാബിൻ്റെയും അവസ്ഥ. പഞ്ചാബ് 5ാം സ്ഥാനത്താണ്. 2 മാച്ചിൽ നിന്ന് ഒരു കളി ജയിച്ച് 2 പോയിന്റ് പഞ്ചാബിനുണ്ട്. ഇനി ടോപ്പ് 4ലുള്ളത് CSK, രാജസ്ഥാൻ, ഹൈദരാബാദ്, കൊൽക്കത്ത. ഇതിൽ കൊൽക്കത്ത 4ാം സ്ഥാനത്താണ്. ഒരു മാച്ചിൽ നിന്ന് 2 പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തുള്ള ഹൈദരാബാദിനും 2 പോയിന്റ് ഉണ്ട്. പക്ഷേ ഹൈദരാബാദ് 2 മാച്ച് കളിച്ചിരിക്കുകയാണ്. നിലവിൽ 2ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. അവർക്ക് ഒരു മാച്ചിൽ നിന്ന് 2 പോയിന്റ് ഉണ്ട്. മാത്രവുമല്ല അവർക്ക് പ്ലസ് പോയിന്റ് +1 ആണ്. ഇനിയിപ്പോൾ നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് മറ്റൊരു ടീമുമല്ല CSK ആണ്. കളിച്ച 2 മാച്ചിലും ജയിച്ചിരിക്കുകയാണ് ചെന്നൈക്ക് 4 പോയിന്റ് ഉണ്ട്. ചെന്നൈ മാത്രമേ കളിച്ച 2 മാച്ചിലും ജയിച്ചിട്ടുള്ളൂ. പോരാത്തതിന് CSKയുടെ നെറ്റ് റൺ റേറ്റ് +1.9 ആണ്. CSK ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫ് എത്തുമെന്നത് ഉറപ്പാണ്. നിലവിലെ അവസ്ഥ വെച്ച് ഏറ്റവും മികച്ച ടീമുകളെ നോക്കിയാൽ CSK, രാജസ്ഥാൻ, SRH തുടങ്ങിയ ടീമുകളാണ്. ഏറ്റവും മോശം ടീം നോക്കിയാൽ അത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.